ചൂടിൽ ആശങ്കയേറ്റി മാളം വിട്ട് മനുഷ്യരിലേക്ക് ഇഴഞ്ഞടുക്കുകയാണ് പാമ്പുകൾ. തൃശൂരിലും തിരുവനന്തപുരത്തുമായി പാമ്പുകടിയേറ്റ് 2 കുരുന്നു ജീവനുകളാണ് നഷ്ടമായത്. ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം പാമ്പുകൾ മനുഷ്യജീവൻ എടുക്കുന്നു. അടച്ചുറപ്പുള്ള വീട്ടിലെ കിടക്കയിൽ വരെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇഴഞ്ഞെത്തുന്നു. കരുതൽ കൈവിടരുത്, ജാഗ്രതയോടെ ഇരിക്കണം. വിശദമായി തന്നെ നമ്മൾ ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് കടക്കുന്നു. പാമ്പുണ്ട്, സൂക്ഷിക്കുക. കോഴിക്കോട് ജില്ലയിൽ 2 പേർക്ക് പാമ്പുകടിയേറ്റു. പേരാമ്പ്ര കണ്ണിപ്പൊയിൽ സ്വദേശിനി അഞ്ജലിക്കും പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനുമാണ് കടിയേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി. വീട്ടിൽ കുട്ടികൾ കിടന്നുറങ്ങുന്ന കിടക്കയിൽ നിന്നാണ് ഒരു പാമ്പിനെ പിടികൂടിയത്. ശരത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, ഇന്ന് ഏറെ ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടിട്ട് കുറ്റ്യാടിയിൽ നിന്നുള്ള സംഭവമാണ്. പാമ്പുകളുടെ സാന്നിധ്യം, അതും അടച്ചുറപ്പുള്ള നിലത്ത് ടൈൽസ് പാകിയ കോൺക്രീറ്റ് ഇട്ട ഒരു വീട്ടിൽ കുട്ടികൾ കിടന്നുറങ്ങുന്ന കട്ടിലിൽ അവരുടെ തല ചായ്ക്കുന്ന ഭാഗത്ത് നിന്ന് പാമ്പിനെ കണ്ടെത്തിയത് ഞെട്ടലോടുകൂടി നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. കുരുന്ന ജീവനുകൾ ഈ പാമ്പ് കടിയേറ്റ് മരിച്ചത് കേരളത്തിൽ ഈ സമീപ ദിവസങ്ങളിലാണ്. അതൊക്കെ ഏറെ വേദനയോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 പേർക്ക് പാമ്പ് കടിയേറ്റു. അതിൽ പേരാമ്പ്രയിൽ നിന്നൊരു സ്വദേശിനി, ഒരു സ്ത്രീക്കും പൂനൂർ സ്വദേശിയായ ഒരു യുവാവിനുമാണല്ലേ കടിയേറ്റിട്ടുള്ളത്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണോ? കുറ്റ്യാടിയിലെ ആ സംഭവം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കാം. റോഷ്നി, വളരെ ഞെട്ടിപ്പിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ് കുറ്റ്യാടിയിലെ വീട്ടിൽ ഇത്തരത്തിൽ പാമ്പുകളെ കണ്ടെത്തി എന്നുള്ളത്. അതായത് 5 പാമ്പുകളെയാണ് ഒരു ദിവസം വ്യത്യസ്ത സമയങ്ങളിലായി വീട്ടിനകത്ത് വെച്ച് കണ്ടെത്തിയത്. ഈ പറയുന്ന പോലെ ആദ്യം ഇന്നലെ രാവിലെയാണ് പാമ്പിനെ കാണുന്നത്. കുട്ടികൾ കിടക്കുന്ന കിടക്ക, അതായത് നിലത്ത് വിരിച്ച കിടക്കയാണ്. കിടക്കയ്ക്കും തലയണയ്ക്കും ഇടയിലായി പാമ്പിനെ കാണുന്നു. പിന്നീട് പാമ്പ് ആ മുറിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അത് പിന്നീട് പിടികൂടി മാറ്റി. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഈ വീട്ടിലുണ്ടായിരുന്ന മൂത്ത കുട്ടി, അതായത് 8 വയസ്സുള്ള കുട്ടി ബാത്റൂമിൽ പോയ സമയത്താണ് 2ാമത്തെ പാമ്പിനെ കാണുന്നത്. ഈ പാമ്പ് ബാത്റൂമിലായിരുന്നു. അതിനുശേഷം വീട്ടുകാർ വീണ്ടും പരിശോധന നടത്തി. വീട്ടുവളപ്പിൽ തന്നെ മറ്റൊരു പാമ്പിനെ കൂടി കണ്ടു. പിന്നാലെയാണ് വൈകിട്ട് നാട്ടുകാർ കൂടി ഇടപെട്ട് വിപുലമായ ഒരു പരിശോധന നടത്തിയത്. അവിടെ വെച്ച് ഇത്തരത്തിൽ 2 പാമ്പുകളെ കൂടി കണ്ടു. അങ്ങനെ ആകെ 5 പാമ്പുകളാണ് ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ശംഖുവരയൻ വെള്ളിക്കെട്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 5 പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഹോളുകളോ അല്ലെങ്കിൽ പാമ്പുകൾക്ക് പെട്ടെന്ന് കയറി വന്ന് പോകാൻ കഴിയുന്ന അത്തരം സാഹചര്യങ്ങളൊന്നുമുള്ള വീടല്ല. ടൈലിട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട വീടാണ്. അങ്ങനെ പാമ്പുകൾക്ക് അങ്ങനെ പെട്ടെന്ന് കയറാൻ കഴിയില്ല എന്ന് കരുതുന്ന ഇടത്താണ് പാമ്പുകളെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. ചൂടായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ കിടക്ക നിലത്തിട്ട് ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് പാമ്പിനെ കാണുന്നത് എന്നുള്ള ഭീതിയുണ്ട്. മാത്രമല്ല, വ്യത്യസ്ത സമയങ്ങളിൽ 5 പാമ്പിനെ കൂടി പിടികൂടിയ സാഹചര്യത്തിൽ വീട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ഈ വീട്ടിൽ താമസം തുടരണോ എന്നുള്ള സംശയമടക്കം വീട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വീട് മാറി താമസിക്കണം എന്നടക്കം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 പേർക്ക് പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. പേരാമ്പ്രയിൽ അഞ്ജലി എന്ന യുവതിക്കാണ് ഇത്തരത്തിൽ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് പാമ്പിന്റെ കടിയേറ്റത്. ഒപ്പം പൂനൂരിൽ യുവാവിന് കിടക്കയിൽ നിന്നാണ് പാമ്പിന്റെ കടിയേറ്റ്. ഇരുവരും പാമ്പിന്റെ കടിയേറ്റ ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. പിന്നീട് പാമ്പിനെ കണ്ടതിന് പിന്നാലെ ദേഹം പരിശോധിച്ചപ്പോഴാണ് ഈ കടിയേറ്റതിന്റെ പാട് കാണുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയപ്പോഴാണ് പാമ്പ് കടിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തത്. പേരാമ്പ്രയിൽ കടിയേറ്റ അഞ്ജലി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പൂനൂരിൽ നിന്ന് കടിയേറ്റ യുവാവ് മുഹമ്മദ് അൻസാറും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായി പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. രാമനാട്ടുകര, ഒപ്പം പുതിയങ്ങാടി, ബേപ്പൂർ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായി 15ഓളം ഇടങ്ങളിൽ നിന്ന് പാമ്പുകളെ നിലവിൽ പിടികൂടിയിട്ടുള്ളതായാണ് വനശ്രീയും ഒപ്പം ഈ സർപ്പ വളണ്ടിയർമാരടക്കമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ കഴിയും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ പാമ്പ് ഭീഷണിയുണ്ട്. ആളുകൾ കൃത്യസമയത്ത് അറിയിക്കുന്നത് കൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും പിടികൂടി ഇത്തരം അപകടങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. യെസ്, കോഴിക്കോട്ടെ സാഹചര്യമാണ് ഇന്ന് ശരത്ത് പറഞ്ഞത്.